കോഴിക്കോട് കക്കയത്ത് കർഷകൻ അബ്രഹാമിനെ ആക്രമിച്ചു കൊന്ന കാട്ടുപോത്തിനെ ഉടൻ മയക്കുവെടിവെക്കും. കക്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ വാച്ചർമാർ കാട്ടുപോത്തിനെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ അജേഷിന്റെ നേതൃത്വത്തിലുള്ള RRT സംഘം അല്പസമയത്തിനകം കക്കയത്തെത്തും. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ LDF-ഉം UDF-ഉം ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്ന് ഈ ദൗത്യത്തിന്റെ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ഉണ്ട്. അതോടൊപ്പം തന്നെ അബ്രഹാമിന്റെ കുടുംബത്തിന്റെ പ്രതികരണം കൂടി നമുക്കറിയാം. സമീർ ബിൻ മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുന്നത് കോഴിക്കോട്ട് നിന്നാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കാൻ പോകുന്നു. അതിന്റെ വിശദാംശങ്ങളായിരിക്കും സമീർ മുഹമ്മദ് തരാൻ പോകുന്നത്. നമുക്ക് ആദ്യം രാഹുലിലേക്ക്. രാഹുൽ, എപ്പോഴാണ് ഈ കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം ആരംഭിക്കുക? RRT സംഘം എപ്പോഴെത്തും? എന്താണ് അവരുടെ പദ്ധതി? ഗോപി, കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഔദ്യോഗികമായി പുറത്തിറങ്ങി കഴിഞ്ഞു. ഈ കാട്ടുപോത്തിനെ ട്രാക്ക് ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അത് ദുഷ്കരമായ ഒരു ദൗത്യം കൂടിയാണ് എന്നാണ് വനംവകുപ്പ് സംഘം നിലവിൽ പറയുന്നത്. കാരണം ഒന്നിലധികം കാട്ടുപോത്തുകൾ ഈ പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ട്. അക്രമകാരിയായ കാട്ടുപോത്തിനെ കണ്ടെത്തിയ ശേഷം അതിനെ ട്രാക്ക് ചെയ്ത ശേഷം മാത്രമേ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടക്കുകയുള്ളൂ. നിലവിൽ കക്കയം ഫോറസ്റ്റ് ഡിവിഷനിലെ വാച്ചർമാർ ഈ വനമേഖലയിലേക്ക് പോയതായാണ് വിവരം. ഇതിനോട് ചേർന്ന വനമേഖലയിലേക്ക് രാവിലെ തന്നെ ആ വനംവകുപ്പ് വാച്ചർമാരുടെ സംഘം പോയിട്ടുണ്ട്. ആ ട്രാക്ക് ചെയ്ത ശേഷമായിരിക്കും RRT സംഘം ഇവിടേക്ക് എത്തുക. നിലവിൽ വയനാട്ടിലാണ് ഈ RRT സംഘം ഉള്ളത്. ഡോക്ടർ അജേഷിന്റെ നേതൃത്വത്തിലുള്ള RRT സംഘം വയനാട്ടിൽ നിന്നും കക്കയത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇതിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിനെ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അല്പം മുമ്പ് വനം വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഉച്ചയ്ക്ക് ശേഷം ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും ഇതിനെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് ഇന്ന് മയക്കുവെടി വെക്കൂ വനം വകുപ്പ് പറയുന്നുണ്ട്. ഇനി മറ്റൊന്ന്, കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ LDF-ന്റെ UDF-ന്റെ ഹർത്താൽ പൂർണ്ണമാണ്. രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ അബ്രഹാമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹർത്താൽ ആരംഭിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. അവശ്യ സർവീസുകൾ, പാല്, പത്രം അടങ്ങുന്ന അവശ്യ സർവീസുകളെ മാത്രമാണ് ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ദീർഘദൂര ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. നിലവിൽ സംഘർഷ സാധ്യത കൂരാച്ചുണ്ട് പഞ്ചായത്ത് നിലനിൽക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാം. പക്ഷേ ഈ നിലവിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നില്ല. പക്ഷേ അവിടെ LDF-നെയും UDF-നെയും ഹർത്താൽ നടക്കുകയാണ്. സമീർ സി മുഹമ്മദ് കൂടി നമ്മളോടൊപ്പം ഉണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകാൻ. സമീർ, പറയൂ, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സമീർ. ഗോപി, നേരത്തെ നിശ്ചയിച്ചത് 7:30 ഇൻക്വസ്റ്റും തുടർന്ന് പോസ്റ്റ്മോർട്ടം എന്നായിരുന്നു. എന്നാൽ ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ആ ആവശ്യങ്ങളൊന്നും നിലവിൽ ആ ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ബന്ധുക്കൾ ഇതുവരെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടില്ല. അവർ ഒപ്പിട്ട് നൽകിയാൽ മാത്രമേ ഇൻക്വസ്റ്റ് നടപടിയിലേക്ക് പോവുകയും തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യൂ. നിലവിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാവാത്തതിനാലാണ് പോസ്റ്റ്മോർട്ടം വൈകുന്നത്. ഇനി എത്ര സമയം ഈ വിധത്തിൽ പോകേണ്ടി വരും എന്ന് വ്യക്തമല്ല. ആ ചർച്ച കളക്ടറേറ്റിൽ നടക്കുന്ന ചർച്ചയ്ക്കനുസരിച്ചായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഇതിനോടകം തന്നെ പ്രമുഖരെല്ലാം തന്നെ ഇവിടെ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട്. എളമരം കരീം MP ഇവിടെ എത്തിയിരുന്നു. വിഷയം ഗൗരവമുള്ളതാണ്. പക്ഷേ ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഇടപെടൽ ഉണ്ടാകേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൊട്ടുപിറകെ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MT രമേശ് എത്തി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഉത്തരവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. പുൽപ്പള്ളിയിലുണ്ടായ വിഷയം, കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതാണ്. കാട്ടുപോത്തിനെ, അതുപോലെ തന്നെ കാട്ടാന ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപഹരിക്കുന്ന വിധത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് നടപടിയെടുക്കാം എന്നാണ് ആ ഉത്തരവുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിൽ കൂടി സമീറിന്റെ വിവരങ്ങൾ ആവശ്യമാണ്. സമീറിൽ നിന്നുള്ള വിവരങ്ങൾ ആവശ്യമാണ്.